ഞാൻ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കൂടുതൽ ഈ ഇന്ത്യൻ മണി വെച്ച് കമ്പയർ ചെയ്ത് അവിടേക്ക് ചെല്ലുന്നു, പക്ഷെ അവിടുത്തെ ജീവിത ചെലവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ നമ്മുടെ കയ്യിലേക്ക് ഒന്നും കിട്ടില്ല, സേവിങ്സ് എന്ന് പറയാനുണ്ടാവില്ല. നമ്മുടെ ലൈഫ് നന്നായി ജീവിച്ചു പോകാം അങ്ങനെയാണെന്നുള്ളത്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നമുണ്ടോ ഓസ്ട്രേലിയയിൽ? ഓസ്ട്രേലിയയിലെ നഴ്സസിന് ആക്ച്വലി ഹൈ പെയ്ഡ് ജോബാണ്. അവിടെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഫഷനാണ് നഴ്സ്. അവിടുത്തെ ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നഴ്സ് എന്ന് പറയുന്നത് ആ ഒരു അത്രയും പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബ് അല്ല. ബട്ട് ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. 4 to 5 lakhs ആണ് പെർ മന്ത് അവർക്ക് സാലറി വരുന്നത്. ബട്ട് അത് ബേസിക് പേ മാത്രമാണ്. അതല്ലാതെ അവർ അഡീഷണൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഓരോ അവറിനും സാലറി ഉണ്ടാവും, പേയ്മെന്റ് ഉണ്ടാവും. പിന്നെ ഷിഫ്റ്റ് അലവൻസ് എന്ന് പറയും, അതിനെ പെനാൽറ്റി എന്ന് പറയും. ഹോളിഡേയ്സിൽ സൂപ്പർ ആനുവേഷൻ ഉണ്ടാവും. പിന്നെ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സാലറി ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മന്ത്ലി ഈ 4.5 അല്ല, അതിൽ കൂടുതൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ സേവിങ്സിലേക്ക് വരണമെങ്കിൽ രണ്ടുപേരും ജോലി ചെയ്യണം. അതായത് ഹസ്ബൻഡും വൈഫും ജോലി ചെയ്താലാണ് അവർക്ക് സേവിങ്സിന്റെ ആ ഒരു ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ 1 വർഷം ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം ചിലപ്പോൾ അവർ വീട് വാങ്ങിക്കുന്നുണ്ടാവും, അവിടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷന് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് സ്റ്റേബിളായി വരാൻ കുറച്ച് ടൈം എടുക്കും. സോ 1 year ചിലപ്പോൾ സേവിങ്സ് പോസിബിൾ ആയിരിക്കില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ